അങ്ങനെ മൂപ്പര്. അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നാൻ്റെ ആചാര്യ അവിടെയൊക്കെ പഠിപ്പിച്ചാൽ എനിക്ക് പറ്റും, ഭയങ്കര കടുപ്പാന്നൊക്കെ പറഞ്ഞേക്കെ. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം ഞാൻ നിൽക്കാം, നിങ്ങൾ സദറിന് അന്വേഷിച്ചോളിട്ടാണ്. ഞാൻ ആ മദ്രസിലേക്ക് ചെന്ന് വല്ലാഹി ഈ മജ്‌ലിസിൽ ഇരുന്നും കൊണ്ട് എന്തെങ്കിലും പറയുന്നത് ഉചിതമല്ല, അള്ളാഹു അറിയും. കയ്പായിരുന്നാൽ സത്യം പറയാൻ പാടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാം. ഞാനാണ്ട് ചെന്നിട്ട് കുട്ടികളെ ഖുർആൻ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഹഖിന്റെ അക്ഷരങ്ങളായിരിക്കുന്ന ഹാഇന്റെ മുകളിൽ കൊണ്ടിട്ട് ഹാവും ഹാഹും എമ്മ കാല ഹാ എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. കുട്ടികളെ എങ്ങനെ അടിച്ചാലും ആഹ്യന്നെ. പിന്നെ വേറെ സംഭവങ്ങൾ കേട്ടിക്കണ, റായിന്റെ മോളി പുള്ളിയുടെ ത്വാഇന്റെ മോളി പുള്ളിയുടെ വാഹ്, സ്വാദിന്റെ മോളി പുള്ളിയുടെ വാദ്, ഇതിനൊക്കെ കുട്ടികൾ പറഞ്ഞത് സുബ്ഹാന ജല്ല ജലാലി. ഞാൻ കുഴങ്ങിയില്ലേ. അപ്പോ ഒരു പഴയ മുജാഹിദ് മൊയ്‌ദിമൗലവിയുണ്ട്. മൂപ്പരും പഴയ കാലത്ത് അങ്ങനെ കൂടി കുറച്ച് കാലം ഇവിടെയൊക്കെ വാപ്പ മല്ലാക്കിരുന്നേ മൂപ്പര്. അപ്പൊ ഞാൻ ചോദിച്ചു പൊന്നാന്റെ മൊയ്‌ദിമൗലവി, മൂപ്പര് അടുത്ത കുറ്റൂരാ പഠിപ്പിക്കുന്നത്. പൊന്നാന്റെ മൗലവി അതൊന്നും പറയണ്ട, ഇത് തന്നെയാണ് ഇറ്റങ്ങളെ ഗതി. ഞാൻ കണ്ണുമ്പാണ്. കാരണം ഒരൊറ്റൊന്നിന് വയ്ക്കൂല. അപ്പൊ എന്താ ഇതിന്റെ കാരണം? ഇതിന് കാരണമുണ്ട്. ഈറ്റിങ്ങൾ ഇവിടെ വന്നിട്ട് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ, ബുഖാരി മുസ്ലിമെ പോയി കണ്ടിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞവരെ കുപ്പ ഞാൻ മാറ്റിത്തരാ. ഇവർക്ക് അലി ഫക്കാബിനെ പോലത്തെ വലിയ വലിയ മഹാപണ്ഡിതന്മാർ എന്തിനാ മറുപടി പറഞ്ഞത്? അനവധിക്കാല കിതാബുകൾ ഈ ഇരിക്കുന്ന ഒരു കിതാബ് എടുത്തിട്ട് ഈ ഭാരത്ത് അതിന്റെ ശരിക്കും തെറിക്കും വെക്കാൻ പറഞ്ഞിട്ട് കജ്ജോ? എനിക്കറിയ കജ്ജൂല. കൂടെ കിടന്നവർക്കല്ലേ യാപ്പനെ അറിയുള്ളൂ. എന്താ തമാശേ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരെ വെല്ലുവിളിക്കണേ? ഈ തല മുതിർന്ന പണ്ഡിതന്മാരിരിക്കണേ അനവധി കാലം 10, 20, 10, 40, 10, 30 കൊല്ലം പള്ളി ദർസിൽ കിതാബ് ഒരു പഠിച്ച് ബുഖാരി മുസ്ലിം എന്ന് വേണ്ട കുത്തുബും ജമ്മു പിന്നെ എല്ലാ മഹല്ലി എല്ലാ കിതാബുകളും ബുഖാരിയൊക്കെ നോക്കി. നിങ്ങൾ ബുഖാരി എവിടെ നോക്കിക്കണേ? എവിടെയോ വെല്ലുവിളി ചോദിക്ക, മറുപടി പറയണം. നാളെ ഇവിടെ മറുപടി പറയണം. ഞാൻ വരാം. ഉസ്താദന്മാരൊന്നും വേണ്ട, ഈ ഒന്നും പഠിക്കാത്ത ഞാൻ മതി വരിക. എവിടെയാ എന്തെങ്കിലും വന്നും കൊണ്ട് താടി വലിയൊരു താടി ഇങ്ങനെ നീട്ടിയിട്ട് ഇത്ര തെറ്റിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ബുഖാരി ഉണ്ടോ? എവിടുന്നാണ് ബുഖാരി കണ്ടിരിക്കുന്നത് നിങ്ങൾ? ഞാൻ പറഞ്ഞ അനുഭവം നിങ്ങൾ ബുഖാരി കണ്ടിട്ടില്ല എന്നുള്ള അനുഭവം ഞാൻ വിശദീകരിക്കാം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞേ. അപ്പൊ മദ്രസിൽ കാണിച്ച് ചെന്നപ്പോ എന്നോട് പറഞ്ഞു അവിടെ പഠിപ്പിക്കുന്ന ആരാരും ഒരു 10, 18, 20 വയസ്സായ പിള്ളേരാ. കാരണം പടച്ചോനെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ തന്ത്രം എന്തായാലും ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഇസ്ലാം ഇല്ലാതാക്കാൻ നിർമ്മാർജ്ജനം ചെയ്യുക. മീർ ജാഫറിനെ പോലെയും സയ്യിദ് അഹമ്മദിനെ പോലെയുമുള്ള വ്യക്തികൾ പിൽക്കാലത്ത് അഹ്ലെ ഹദീസുകാര് ബ്രിട്ടീഷുകാര് കൊച്ചിക്കൊടുത്ത് സയ്യിദ് അഹമ്മദിക്ക് എന്ത് കിട്ടി? സ്വർണത്തിന്റെ പതക്കത്തിൽ കുരിശ് നരിച്ചതായിരിക്കുന്ന ഒരു മാല ചാർത്തി കൊടുത്തിട്ട് ഇസ്ലാമിനെയും അതായത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യയും ഒറ്റിക്കൊടുത്ത അഹ്ലെ ഹദീസുകാർ പിൽക്കാലത്ത് ക്രിസ്തീയ മതം സ്വീകരിച്ചിട്ടുണ്ട്. അവരെ ബൈസറ്റ് ചെയ്തായിരിക്കുന്ന വാക്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തപ്പോ ചാതൊക്കെ തുടങ്ങിക്കില്ല. ഓ ചാതിന്ന് പറ്റിയുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ദേഷ്യമുണ്ട്, പിടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒരു പാടുണ്ട്. ഇപ്പൊ പറഞ്ഞു എവിടൊക്കെ സേറ് സുബാനുള്ള സേർ ഇല്ലാന്ന് പറഞ്ഞാൽ കാഫറാവുന്ന പറഞ്ഞു. ഹദ്രാമ സെൽഫൊക്കെ പറ്റൂലെന്ന് പറഞ്ഞു. മറ്റേ മൂസവാണിയമ്മലും അബ്ദുല്ലാക്ക് സുല്ലമിയും മറ്റേ ജമീല ടീച്ചറൊക്കെ ഞങ്ങൾ നിങ്ങളിന്ന് പറഞ്ഞ ഞങ്ങളിപ്പോൾ ബുഖാരി കണ്ടിരിക്കണ മുസ്ലിമിൽ ഇപ്പൊ കണ്ടിരിക്കണം. കാരണം ഇത്രയും കാലമായിട്ട് കണ്ടിട്ടില്ല. കാരണം അതിനോട് ബുഖാരി നോക്കിയിട്ടില്ലല്ലോ. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഉസ്താദെ അങ്ങനത്തെ ഉണ്ടായിരുന്നു സ്ഥിതി. ഇതിന് മുമ്പിട്ട് കണ്ടിക്കണേ പറയട്ടവര്. പണ്ട് ഇതുവരെ ഞാനൊക്കെ കാലത്ത് മുജാഹിദര് പഴയ കാലത്ത് ജിന്നി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ CN അഹമ്മദ് മൗലവി എഴുതിയത് ആദിവാസികളാണ്, കാട്ടിൽ താമസിക്കുന്നവരാണെന്നാ മൂപ്പര ഖുർആൻ പരിഭാഷ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ചേർന്നൂർ പോകുന്നൊക്കെ അതിനൊന്നല്ലേ. ഇപ്പൊ മറ്റു കുറെ പോരാൻ നിൽക്കണ വലിയ താടിക്കാനും സെക്രട്ടറിയൊക്കെ പൊട്ടു പോരും. കാരണം ഇസ്ലാമിനെ അത്ര മികഷ്ടമാക്കി അയാളൊക്കെ പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ബേജാറാവൂല സുഹൃത്തെ. ഈ ഇരിക്കുന്ന മുസ്ലിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹിനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് സഹോദരാ. നമ്മളെ മാതാവിനേക്കാളും പിതാവിനേക്കായി ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും കൂടുതൽ അള്ളാഹുവിനെ കഴിച്ചാൽ നമ്മളെ കണ്ണിന്റെ കഷ്ണമായി സ്നേഹിക്കുന്ന പ്രവാചക പ്രഭു റസൂലുള്ളാഹ്
റസൂലുള്ളാഹിന്റെ മാസമാണ്. അതുകൊണ്ട് 2 വരി മൗലൂദ് ഓതിയാ തുടങ്ങിയത്. ആ റസൂലുള്ളാഹിന്റെ മഖ്ബറ, ആ പ്രവാചക പ്രഭു അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായിരിക്കുന്ന ആ മഖ്ബറ ഞങ്ങൾക്ക് ഭരണം കിട്ടിയ ആകെ തച്ച് തരിപ്പണമാക്കും എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച അയാൾ, നിങ്ങൾ നോക്കണം, ഏതെങ്കിലും ഒരു സഹോദരന്മാർ, ഹിന്ദു സഹോദരന്മാർ, സുഹൃത്തുക്കളാണ് ആ വാക്ക് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്താതൊക്കെ തമാശ! എന്തെങ്കിലും ഇഷ്ടമുള്ളത് ആണ് തൊള്ളേ വന്നത് പാട്ട് ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ റിസർച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ പറഞ്ഞ KJ അബ്ദുൽ ലത്തീഫ് ഒരു വസ്തു തിന്നിട്ടില്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി മനസ്സിലായിട്ടാ ഒന്നും തിരിയില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഖുർആൻ ഡയറക്റ്റാക്കെ പറഞ്ഞ് സെക്കരിയാക്ക് അല്പം തിരിഞ്ഞിട്ടാ കൂടി പിരാന്ത് വഹിക്കണേ. അതാണ് അബ്ദുൽ ലത്തീഫിനെ എടുത്ത് പൊട്ടി തന്നെ ഉള്ളു. ഇപ്പൊ പറഞ്ഞല്ലോ, എന്തേ പറഞ്ഞത്? അയാളെ സംസാരത്തിന്റെ ശൈലിക്ക് കാണുന്നത് റഹ്മാനായ തമ്പുരാനെ കണ്ട ഇതൊന്നുമില്ല നമ്മൾ വർത്താനം പറയും. പക്ഷെ നമുക്ക് അത് പാടില്ലാത്തതുകൊണ്ടാണ്. എന്തേ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യോ അയാൾ പണ്ടില്ല. റസൂലുള്ളാഹിനെ ഗർഭം ധരിച്ചപ്പോ 2 മാസമായപ്പോൾ ബാപ്പ അബ്ദുള്ള മരിച്ചുപോയി. പിന്നീട് അവിടുന്ന് 2-3 മാസം കഴിഞ്ഞപ്പോൾ ആമിന ബീവി ഉമ്മയും മരിച്ചു. പിന്നീട് സംരക്ഷണം ഏറ്റെടുത്ത അബ്ദുൽ മുത്തലിബും മരിച്ചു. പിന്നെ അബൂ താലിബും മരിച്ചു. നമ്മൾക്കൊക്കെ ചില കുട്ടികളുണ്ടാകുമ്പോൾ വലിയ ഇവരൊക്കെ എന്നിപ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത് ഇറ്റിങ്ങളെ തൊള്ളക്ക് വല്ല ചാറ്റം. നമ്മൾക്ക് ചില കുട്ടികളുണ്ടായി നമ്മൾ പറയല്ലോ, എനിക്ക് ആ കുട്ടി ഉണ്ടായതിനു ശേഷം ഈ ബിൽഡിങ്ങും കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എനിക്കുണ്ട് ഇപ്പോൾ ദജ്ജാൽ ഉണ്ടായിട്ട്, ആ ദജ്ജാൽ ഉണ്ടായത് എനിക്ക് നഷ്ടമാണ്. കാരണം ഒക്കെ മരിച്ചു പോയി. അപ്പൊ എന്തിലേക്കാണ് ഉപയോഗിച്ചത്? ഇതിനെ എന്തിലേക്കാണ് ഉപയോഗിച്ചത്? നമ്മളൊന്ന് കേട്ട അഷ്റഫുൽ ഖൽഖിന് പറയില്ലട്ടാ റസൂലുള്ളാഹിന്റെ പേര് കേട്ടാലെന്ന്. ഇത്രയും നീചവും നികൃഷ്ടവുമായിരിക്കുന്ന വാക്കുകൾ പറയാൻ തൊള്ളക്ക് യാതൊരു നാണവുമില്ല. അത് എന്തുകൊണ്ട് വന്നതറിയ എറ്റിങ്ങൾ ഖുർആൻ എന്താണ് സുന്നത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ മദ്രസയിൽ നിന്ന് ചോദിച്ചു, ഉസ്താദ് നേരം മുഖ്യണ്ട? അതെ, മദ്രസയിൽ നിന്ന് ഞാൻ ചോദിച്ചു, അല്ല എന്താ മക്കളെ നിങ്ങൾ ഈ ഖുർആൻ ഇങ്ങനെ പഠിക്കുന്നു ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉസ്താദ് ഇതാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളപ്പോ ഖുർആൻ എടുക്കണം. അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ വരും, അതെന്താ ഈ അൻസാറിന്ന് വരേണ്ടത് അവിടെ മദ്രസ എടുത്തിക്കുക. എല്ലാ സ്ഥലത്തും അതിന്റെ അടുത്തുള്ള ഇവിടെ മുജാഹിദീങ്ങളെ കോളേജിന്റെ അവിടെ പഠിക്കുന്ന ഈ ചെക്കന്മാർ ബാൻഡൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അയത്തേക്കൊന്നും തിരിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കും, വരുമ്പോൾ നിങ്ങൾ എന്താ അടിക്കാൻ? ഖുർആൻ ഞങ്ങൾ എടുക്കൂലട്ടാണ്. ആകെ ഖുർആൻ മുറുകെ പിടിച്ച കൂട്ടുകാർ പേര് മുറുകെ പിടിച്ച് ആ ചരിത്രമൊക്കെ കേട്ടെന്ന് വെച്ചാൽ, നിങ്ങൾ വിനയത്തിൽ ഇവിടെ എവിടെയെങ്കിലും മുജാഹിദിന് പള്ളി ഉണ്ടെങ്കിൽ, വഹാബികളെ പള്ളി ഉണ്ടെങ്കിൽ, ഇതിന്റെ അനുഭവ കഥ ഇതൊന്നും ബഹുമാനപ്പെട്ട അലി സക്കാബിനെ പോലത്തെ ഉസ്താദന്മാർക്കൊന്നും തിരിയില്ല. അവർക്ക് ഇത് കണ്ടിട്ടില്ലല്ലോ. ഇത് ഞാൻ കേടുന്ന് ആ ഒപ്പം നടന്ന് മനസ്സിലാക്കിയതാ. എന്താ അറിയോ, നിങ്ങൾ ആ പള്ളിയിൽ ആരെങ്കിലും ഉസ്താദന്മാരൊന്നും പോയി വെക്കണ്ട. അപ്പൊ അവര് വല്ലതും ഭാരമാണെങ്കിൽ പ്രചരണം ഉണ്ടാക്കും. കാരണം പോകുമ്പോക്കാൻ വന്നാണെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സാധാരണക്കാരൊന്ന് ആ പള്ളികൾക്ക് ഒന്ന് കയറി വെക്കൊണ്ട് ഇത് അനുഭവം അല്ലെങ്കിൽ എന്നോട് നിങ്ങൾ പറയും, ഞാൻ അടുത്ത് തുടരാം. ആ പള്ളിയിൽ കണ്ട് കയറി നോക്കിയാൽ അവിടെ ഖുർആൻ അഹ്ലിയാരാണല്ലോ. പടച്ചോനെ എപ്പം നിങ്ങൾ കേട്ടിക്കണം. ഇപ്പൊ പുതിയ ഒരു ഫത്വ ഉണ്ട്, ഉസ്താദിനെ അറിയിക്കാനോ. വലിയ ഹദീസ് ഗവേഷകൻ, ഞാൻ ഷാഫി ഇമാമിനെക്കായും വലിയ മുജ്തഹിദാ. അത് അബ്ദുസ്സലാം പറയാ, ചേകന്നൂര് പറയാൻ പഠിച്ചിട്ടാ അയാൾ പറഞ്ഞിട്ടില്ലത്. ഷാഫി ഇമാമിന് കിട്ടാത്ത ഒരുപാട് ഹദീസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വലിയ മുഹദ്ദിസാണ്, ഞാൻ വലിയ മുജ്തഹിദാണ്. ഷാഫി ഇമാമിന് കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യപ്പ പറഞ്ഞെന്താ, ആദ്യം വെള്ളിയാഴ്ച ദിവസം മൽക്കൗഫ് സൂറത്ത് ഓതുന്നതിന് ഒരു സുന്നത്തുമില്ല, പ്രവാചകൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വലിയ താടി വെച്ച് നടക്കുന്ന ആ കൂട്ട താടിയൊക്കെ പഠിച്ചാണ് അയാൾ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ, പഴയ കാലത്തിന് താടി ഇപ്പൊ താടിന്റെ ആവശ്യമില്ല, താടിക്ക് സുന്നത്തില്ല. അത് എഴുതിയതാണ്. ഇതൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ട് ഞാൻ തെളിവുകൾ നിരത്തി തരവാണെങ്കിൽ താടിക്ക് സുന്നത്തില്ല. എന്തിനാണ് പഴയ കാലത്ത് താടി എന്നറിയോ? മുസ്ലിങ്ങളെ തിരിച്ചറിയാൻ അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെയും തിരിച്ചപ്പോ ഹിന്ദുക്കളൊക്കെ അമുസ്ലിങ്ങളൊക്കെ താടി വെക്കുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് താടിന്റെ ആവശ്യമില്ല. അതും പോയി സുന്നത്ത് പോയി.